മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ബി.ജെ.പിയിൽ ഭിന്നത. അടിയന്തരമായി മുകേഷ് രാജിവെക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെടുമ്പോൾ മുകേഷിനെ പിന്തുണയ്ക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷിനെതിരെ കോടതി വല്ലതും പറഞ്ഞോ എന്നും നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക്. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ, മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല. കോടതി പറയും. ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്. അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുക. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക. ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപിയുടെ മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തുവരുന്നത്. ഇതിനകം തന്നെ മുകേഷ് കോൺക്ലേവിൽ പങ്കെടുത്താൽ കോൺക്ലേവ് തന്നെ തടയും എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തോട് സുരേന്ദ്രൻ പ്രതികരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് എന്ന് വേണം പ്രധാനപ്പെട്ട കാര്യം. മുകേഷിന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണം എന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ പലതും ചലച്ചിത്ര മേഖലയിൽ നടക്കുന്നു. സർക്കാരിന്റെ ആത്മാർത്ഥത നിഴലിലാണ് എന്ന് പറയുന്നു. അടിയന്തരമായി മുകേഷ് രാജിവെക്കണം. 3 ഗൗരവതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു കഴിഞ്ഞു. സ്വജന പക്ഷപാതമാണ് നടക്കുന്നത്. ഇഷ്ടക്കാരാണെങ്കിൽ എന്തുമാകാം എന്നാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു 2 പേരെക്കാൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടത് മുകേഷാണ് എന്നും കൊല്ലം MLA സർക്കാർ സംരക്ഷിക്കുന്നു എന്നുമാണ് സുരേന്ദ്രൻ ആക്ഷേപം ഉന്നയിച്ചത്. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. അല്പസമയത്തിന് സുരേന്ദ്രന്റെ വാക്കുകൾ കാണാം. സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചതുപോലെ തന്നെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് കൊല്ലം MLAയും രാജിവെക്കണമെന്ന ആവശ്യം ബി.ജെ.പി ഉന്നയിക്കുമ്പോൾ മറുവശത്ത് സുരേഷ് ഗോപി ആകട്ടെ കോടതി ഈ വിഷയത്തിൽ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് ഇപ്പോൾ 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ബി.ജെ.പിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപി സിനിമാ മേഖല എന്നുള്ള ആളാണ്. സിനിമയെ അടച്ചാക്ഷേപിച്ച് സിനിമാ മേഖലയെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടിലേക്ക് അദ്ദേഹത്തിന് പോവുക അത്ര എളുപ്പമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി അത് ആവശ്യപ്പെടുമ്പോഴാണ് ഈ ഭിന്നത എന്നുള്ള കാര്യം വളരെ പ്രധാനമായും പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ബി.ജെ.പിയിൽ വ്യക്തമായ ഭിന്നതയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം സംസ്ഥാന അധ്യക്ഷൻ മുകേഷ് ഒരു സിനിമാ പ്രവർത്തകർ മാത്രമല്ല, CPM-ന്റെ MLA ആണ്. ആ MLA-യുടെ രാജിയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടത്. അവിടെ രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതുണ്ട്. അവിടെയാണ് ബി.ജെ.പിയുടെ നേതാവ് കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും മുകേഷിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അതുതന്നെയാണ് അതിന് വൈരുദ്ധ്യം. ബി.ജെ.പിയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, നമുക്കറിയാം സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് സംഘടനാപരമായി സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ ഏറ്റവും ഉന്നതനായ മുതിർന്ന നേതാവ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിലടക്കമുള്ള സ്വാധീനവും അദ്ദേഹം ദേശീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത്തരമൊരു വിരുദ്ധ പരസ്യമായി പറയുമ്പോൾ അത് ബി.ജെ.പിക്ക് തലവേദനയാകുന്നത്. അത്തരമൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് തോന്നിക്കാത്ത തരത്തിലായിരുന്നു കെ സുരേന്ദ്രന്റെ ഇന്നത്തെ പ്രതികരണം. അദ്ദേഹം ആ പ്രശ്നത്തെ ഒന്ന് ലഘുവായി കാണാനാണ് ശ്രമിച്ചത്. സുരേഷ് ഗോപിയുടേത് വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിന് അഭിപ്രായ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്ന് കെ സുരേന്ദ്രൻ പറയുമ്പോൾ വളരെ കൃത്യമായി സുരേഷ് ഗോപിയുടെ
നിലപാടിനുള്ള സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തോടുള്ള എതിരഭിപ്രായം വ്യക്തമാക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചെയ്തത്. കോൺക്ലേവ് തടയുന്നടക്കമെന്ന് മുകേഷ് പങ്കെടുത്താൽ സിനിമാ കോൺക്ലേവ് തടയുന്നടക്കമുള്ള നീക്കങ്ങളിലേക്ക് നടക്കുമെന്നും സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും ശക്തമായ വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ എതിരഭിപ്രായം തന്നെയാണ് ഇപ്പോൾ BJPയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്ന പോലെയല്ല സുരേഷ് ഗോപി. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ, അദ്ദേഹം ഒരു സിനിമാക്കാരൻ മാത്രമായി നിന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അദ്ദേഹം BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണെന്നോ കേന്ദ്ര സഹമന്ത്രിയാണോ എന്നോ തരത്തിൽ ഉള്ള ഒരു ജാഗ്രതയില്ലാത്ത പ്രതികരണങ്ങൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു സിനിമാക്കാരൻ മാത്രമായി ഉള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, സിനിമയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനം പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനയും അടുത്തിടെ സുരേഷ് ഗോപി നടത്തിയിരുന്നു. അതിലും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലടക്കം വലിയ എതിരഭിപ്രായം, അല്ലെങ്കിൽ അവർക്ക് അതിൽ അതിർത്തിയുണ്ട് തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. ഈ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം MD ആയി ജയിച്ചു എന്നൊക്കെ BJP വലിയ ആഘോഷിക്കുമ്പോഴും സുരേഷ് ഗോപി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിൽക്കാതെ പോകുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമായി സുരേന്ദ്രന്റെ ഈ ആവശ്യം, രാജി ആവശ്യം മാറുമെന്ന് ഉറപ്പാണ്. അത്തരം ഒരു രാഷ്ട്രീയ നീക്കം BJP നടത്തുമ്പോഴാണ് അതിനെ മുളയിലെ നുള്ളുന്ന ഒരു പ്രതികരണവുമായി BJPയുടെ കേന്ദ്ര സഹമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്പസമയത്തിന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും മുകേഷിന്റെ രാജി ആവശ്യത്തിൽ BJPയിൽ, സംസ്ഥാനത്തെ പ്രമുഖ പാർട്ടിയായ BJPയിൽ ഭിന്നത എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും സുരേഷ് ഗോപിക്ക് സിനിമാ മേഖലയിലെ ഈ പ്രമുഖരെ തൽക്കാലം തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത്. മാധ്യമങ്ങൾക്ക് തീറ്റയാണ്, നിങ്ങൾക്ക് തീറ്റയാണ് ഈ വാർത്തകളെന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിൽ നഷ്ടപ്പെടാൻ നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പിന്നെ ഇനി എന്ത് പേടിച്ചിട്ടാണ് ഇവര് മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അല്ല, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശം എന്ന് എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കും, ഹേമ കമ്മിറ്റി പോലെ. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവര് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ പോട്ടെ, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി, എന്നിട്ടൊരു പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം, കേസ് കൊടുക്കണം. സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. ഏത് ഈ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പൊ പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോകും, ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ? എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെയെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം. അവർക്കെതിരെ നിയമ നടപടി എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു കുറച്ചെങ്കിലും ഒരു പേടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുള്ളൂ. CPMന്റെ ഒരു പുരോഗമന കലാസാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് സർക്കാരിന് കൂടി വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും പിന്തുണപ്പിക്കുന്ന ഒരു സമീപനങ്ങളൊക്കെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ 92 ഞാൻ പറഞ്ഞ ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അന്നും ഞാൻ പറയുന്ന ഇത് തന്നെയാണ്. അതിനുശേഷവും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇത്തരം ആൾക്കാരെ അവരുടെ പെരുമാറ്റവും ഈ ഒറ്റപ്പെടുത്തലും അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ഭീഷണിയൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മുമ്പ് ശാരദ മാം വരെ പറഞ്ഞിരിക്കുന്നു, ഈ റിപ്പോർട്ടിൽ ശാരദ മാം വരെ പറഞ്ഞിരിക്കുന്നതാണ് ആ കാലം മുതലുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഈ വ്യക്തികൾ
പ്രതികളാക്കപ്പെട്ട ആരാണോ അതിപ്പോഴും പുറത്തു വന്നിട്ടില്ല. നിയമ കമ്മിറ്റിയിലുള്ള ആരൊക്കെയാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതാരാണെന്ന് ഞങ്ങൾക്കും അറിയണം. അപ്പൊ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ശക്തി ഈ പെൺകുട്ടികൾ കാണിക്കണം. ഇത് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. അവർ പേടിച്ചിട്ട് വരാതെ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കൊടുത്ത ബൈറ്റിൽ ഞാൻ പറഞ്ഞതാണ്, പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടുത്തൽ, അവരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കമന്റ്സ്, കുടുംബക്കാരെ വരെ ബാധിക്കുന്ന തരത്തിൽ അവരെ ചീത്ത പെൺകുട്ടി ഇവർക്ക് മിണ്ടാതിരുന്നൂടെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പലരും ഇത് മുമ്പോട്ട് വരാതിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. പൊതുസമൂഹം ആ പെൺകുട്ടികളെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വന്ന നമ്മുടെ രവതി സമ്പത്തൊക്കെ TV യിൽ പറയുന്നത് ഞാൻ കേട്ടു. പിന്നീട് അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയാണ് വേണ്ടത്. സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഈ മേഖല വളരെ നല്ല രീതിയിൽ ശുദ്ധീകരണം നടക്കുകയും ചെയ്യും. നല്ല രീതിയിൽ ഞാൻ അന്ന് പറഞ്ഞത്, ഇതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ കുറ്റക്കാരായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഭൂരിപക്ഷം ആൾക്കാരും നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെയും കൂടെ സംശയത്തിന്റെ പേരിൽ നിർത്തുന്ന കാര്യമാണ്. ഇപ്പൊ കുറെ പേരുടെയൊക്കെ പേര് വരുന്നുണ്ട്. പക്ഷെ ഇനിയും വരാനുണ്ട്. അവരെ ഈ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട അത്യാവശ്യം തന്നെയാണ്. അത് ഏത് പൊസിഷനിൽ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന സംഘടന ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്നത് അതിന് കുറച്ച് സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആരോപണ വിധേയ സിദ്ദിഖിന്റെ പേരിൽ ആരോപണം വന്നു, രഞ്ജിത്തിന്റെ പേരിൽ ആരോപണം വന്നു. അപ്പൊ ആ ഘട്ടത്തിലെല്ലാം തന്നെ അവരോട് ആരോപണ വിധേയരായതുകൊണ്ട് രാജിവെച്ചു. പക്ഷെ മുകേഷ് ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സഹയാത്രികരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ആർജവം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും. ഒരിക്കലും എനിക്ക് എന്തിനാ ആർജവം നഷ്ടപ്പെടേണ്ട കാര്യം? ഞാൻ പറയുന്നത് കുറ്റക്കാരാരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ വരണം, ശിക്ഷ വാങ്ങിക്കണം. ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ്. അതിനിപ്പോ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഈ പേര് വന്ന ആളുകളൊക്കെ ഇത്തരക്കാർ തന്നെയാണ് എന്ന് തന്നെയാണോ എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ തന്നെയാണോ പറയുന്നത്? ഈ ആരോപണം വന്ന ആൾക്കാര് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ചില ആൾക്കാർ എനിക്ക് അറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉള്ളതും എനിക്ക് ആ വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഗീതാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. നടി ഉഷയാണ് പ്രതികരിച്ചത്. നടപടികൾ വേണമെന്ന ആവശ്യം നടി ഉഷയും മുന്നോട്ട് വെക്കുന്നു. ഇതുവരെ രാജി അംഗീകരിക്കുന്നു, അത്തരം രാജികൾ അനിവാര്യമാണ് എന്നും ഉഷ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരം ആരോപണ വിധേയർക്കെതിരെ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറയും. നമുക്ക് മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് BJP-യിലെ ഭിന്നതയാണ്, മാധ്യമ സൃഷ്ടി എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മുകേഷിന്റെ രാജി മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങണം എന്നാണ്. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. സുരേഷ് ഗോപിയുടെ പിന്നാലെ കൊടയുമായിട്ട് പോകുന്നവര് നിങ്ങളെ 1.5 മണിക്കൂർ കേൾപ്പിക്കുന്ന ആളുണ്ടല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കും. ഗണേഷ് കുമാറിനോട് നിങ്ങൾ കുറച്ച് സോഫ്റ്റും. സുരേഷ് ഗോപി ഇവിടുത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ, കേന്ദ്രത്തിലെ മന്ത്രിയല്ല. ഞാൻ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടി സുചിന്തിതമായി എടുത്ത ഒരു തീരുമാനമാണ് മുകേഷ് രാജിവെക്കണം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തുടർച്ചയായി പറയുന്നു സുരേഷ് ഗോപി രാജിവെക്കണം, മുകേഷ് രാജിവെക്കണം. പക്ഷേ സുരേഷ് ഗോപി പറയുന്നു മുകേഷിന് ഉള്ളത് കോടതിയിൽ പറയട്ടെ എന്നാണ്, ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? സുരേഷ് ഗോപിയുടെ തീർത്തും വ്യക്തിപരമായ അഭിപ്രായമായി കണ്ട് ആ വിഷയം അധികം വിവാദമാക്കേണ്ട എന്നൊരു നയപരമായ നീക്കമാണ് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്നത്. പക്ഷേ അത് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അടക്കം ഈ വിഷയത്തിൽ
പ്രതികരണവുമായി കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നു കഴിഞ്ഞു. BJP-യിൽ ഭിന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇത് ആദ്യമായല്ല BJP സംസ്ഥാന നേതൃത്വ നിലപാടുകൾ വിരുദ്ധമായ നിലപാട് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. നേരത്തെ പല വിഷയങ്ങളിലും ഇത്തരം നിലപാടുകൾ സുരേഷ് ഗോപി സ്വീകരിച്ചത്. പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടി പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. BJP-ക്ക് തലവേദനയെ മാറുകയാണ് ഈ മുകേഷിന്റെ രാജിവിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതാണ് വാർത്ത. ഒരു നിമിഷം ആ രീതിയിലാണ് വാർത്ത മാറുന്നത്. അല്പസമയം മുമ്പ് KSU യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ഒക്കെ സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആശയപരമല്ല, ആമാശയപരമാണ് എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ ഉന്നയിക്കുന്നത്. സഹപ്രവർത്തകർ കുറ്റക്കാരെ വരുമ്പോൾ മാധ്യമങ്ങളെ പഴിചാരുന്നതും അടുത്ത നമ്പർ താനാണോ സംശയത്തിലാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതായത് സിനിമാ മേഖലയാണ്, പതിറ്റാണ്ടുകളായ സിനിമാ മേഖലയിലുള്ള ആളാണ് സുരേഷ് ഗോപി. അത്തരം ഒരാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷത്തെ പ്രതികരണങ്ങൾ തന്റെ പേര് കൂടി ഇതിൽ വരുമോ എന്ന ഭയത്താലാണെന്ന് വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി BJP കൂടി അത് എതിർപ്പുണ്ടാകാൻ BJP-ക്കെതിരെ പോലും വിമർശനം ഉയർന്ന വിഷയമാണ്. തങ്ങളുടെ കേന്ദ്ര സഹമന്ത്രിയാണ്, ഭയപ്പെട്ടിട്ടാണോ എന്ന തരത്തിലുള്ള സംശയം BJP-ക്കുള്ളിലുമുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ അത്തരത്തിൽ കണ്ടാൽ മതി, രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല, വ്യക്തിപരമായ പ്രസ്താവനയെ കണ്ടാൽ മതി എന്ന നിലപാടുമായി BJP സംസ്ഥാന രംഗത്ത് വരുന്നത്. പക്ഷേ BJP-യിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലും ഇത് തന്നെയാണ് പാർട്ടി നിലപാടെന്ന കേസിൽ ഇന്നലെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നതും സുരേഷ് ഗോപിയെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ പാർട്ടി നിലപാട് വിരുദ്ധമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്.